PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്ക്, 3 മണിക്ക്, രാത്രി 8 മണിക്ക്, 10:30 ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ 6 മണിക്കും 9 മണിക്കും നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 12 മണിക്ക് നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ SCRT ബേസ് ചെയ്ത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് ടോപ്പിക് വൈസ് ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ SCRT പാഠഭാഗങ്ങളും NCRT മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ അത് വെച്ച് കവർ ചെയ്യും. അതല്ലാതെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ടോപ്പിക് വൈസും എടുക്കുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും കേരള ജോഗ്രഫിയും ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ ആണെങ്കിൽ നമുക്ക് കേരള ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ SCRTയിലും NCRTയിലും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഭാഗം വെച്ച് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. അപ്പോൾ അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന SCRT ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ നിന്നും കാലത്ത് പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഭാഗത്ത് നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു ലൈവായിട്ട്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് പ്ലസ് പിന്നെ എന്തും കൂടെ ഉണ്ട്, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ചിലർ ചോദിക്കും, എന്താ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒത്തിരി പഴയ വർഷത്തെയൊക്കെ ചോദിച്ചിരിക്കുന്നത്, 2015 അവാർഡൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്താ, അർജുന അവാർഡൊക്കെ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടല്ല, കറണ്ട് അഫയേഴ്സ് കൂടാതെ നമുക്ക് കലാ, കായിക, സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നും ചോദിക്കുമ്പോൾ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ ചേർത്താണ് നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഴയ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഏരിയാസൊക്കെ കവർ ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ സിലബസ് പ്രകാരം അത് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് എടുക്കുന്നതിന് പകരം കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഫസ്റ്റ് തൊട്ട് ഫോളോ ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിച്ചിരിക്കേണ്ട SCRT പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സിലബസ് പ്രകാരമുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള NCRT പാഠഭാഗങ്ങൾ, നമുക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ SCRT പഠിച്ചവർക്ക് NCRT പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അവിടെ പഠിച്ച കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെയാണ് NCRTയിലും പറയുന്നത്. പക്ഷേ അത് NCRT ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അത് കവർ ചെയ്ത് പോകണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ SCRTയും NCRTയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ പോയിന്റ്സും കൂടെ കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള മുഴുവൻ SCRT പാഠഭാഗങ്ങൾ, നമുക്ക് പഠിക്കേണ്ട മുഴുവൻ NCRT പാഠഭാഗങ്ങളിലോട്ട് നോക്കാം. ഓക്കെ, ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രമേയം 10 ആണ്. കൊളോണിയലിസവും ഗ്രാമപ്രദേശവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ എന്താണ് സെമീന്ദാരി സിസ്റ്റം, അതുപോലെ തന്നെ സാന്താൾമാരെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ നികുതി വ്യവസ്ഥകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കൊളോണിയലിസവും ഗ്രാമപ്രദേശവും, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. കൊളോണിയലിസം ഗ്രാമപ്രദേശങ്ങളിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏകീകൃതമായൊരു നിയമവ്യവസ്ഥ നടപ്പിലാക്കി. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടമാണ് അല്ലേ, അതിനെയാണ് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്നത്, അവരുടെ ഭരണത്തെ. അപ്പോൾ കൊളോണിയലിസം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് ചെയ്തു, പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏകീകൃതമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കി.
ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങളും അവരുടെ നിയമവ്യവസ്ഥയും കർഷകരെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ കാൽക്കീഴിലെത്തിച്ചു. ഗോത്രവർഗക്കാരുടെ ജീവിതത്തിലേക്കും കൊളോണിയലിസത്തിന്റെ കടന്നുകയറ്റങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ആദ്യം സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ്. എവിടെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ആദ്യം സ്ഥാപിക്കപ്പെട്ടത്? ബംഗാളിലാണ്. 1764 ബക്സർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിന്റെ യഥാർത്ഥ അവകാശികളായി തീർന്നു. എപ്പോഴാണ്? 1764 ബക്സർ യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ബംഗാളിന്റെ യഥാർത്ഥ അവകാശികളായി തീരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ജമീന്ദാർ ഭൂമിയുടെ ഉടമയല്ല, ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ആളാണ്. ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ജമീന്ദാർമാർ ആരാണ്? ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ആളാണ്, അല്ലാതെ ഭൂമിയുടെ ഉടമയല്ല. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിക്കുന്നത് ആരാണ്? ജമീന്ദാർമാരാണ്. അവർക്ക് ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും ഭൂമിയുടെ ഉടമയല്ല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭൂ അവകാശ നിയമങ്ങളും ഭൂനികുതി വ്യവസ്ഥകളും നടപ്പിലാക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഭൂ അവകാശ നിയമങ്ങളും ഭൂനികുതി വ്യവസ്ഥകളും നടപ്പിലാക്കി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതിന് ശേഷം ധാരാളം ജമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ഭൂനികുതി കെട്ടാത്തതിന്റെ പേരിൽ കമ്പനി ഗവൺമെന്റ് ലേലം ചെയ്ത് വിൽക്കുകയുണ്ടായി. ജമീന്ദാർമാർ കമ്പനിക്ക് നൽകേണ്ട നികുതി സ്ഥിരമായിരുന്നു. കൃഷി തകർന്നാലും വിളവ് മോശമായാലും നികുതി എന്ത് ചെയ്യണമായിരുന്നു? കൃത്യമായിട്ട് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. ആരാണ് അത് പിരിച്ചുകൊണ്ടിരുന്നത്? ജമീന്ദാർമാരാണ് പിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ഭൂനികുതി കെട്ടാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു? കമ്പനി ഗവൺമെന്റ് ലേലം ചെയ്ത് വിൽക്കുകയുണ്ടായി. അപ്പോൾ ജമീന്ദാർമാർ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് സ്ഥിരമായിട്ട് നികുതി നൽകണം. നികുതി നൽകുക എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായിരിക്കണം. അതായത് കർഷകരുടെ കൃഷി തകർന്നാലും വിളവ് മോശമായാലും ഒന്നും തന്നെ അത് അവരെ ബാധിക്കുന്നതല്ല. നികുതി കൃത്യമായിട്ട് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ശാശ്വത നികുതി ഭൂവ്യവസ്ഥ അല്ലെ, ശാശ്വത നികുതി വ്യവസ്ഥ ജമീന്ദാർമാരുടെ അധികാരം കുറയ്ക്കുന്നതിന് കാരണമായി. 18-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സമ്പന്ന കർഷക വർഗമാണ് ജോട്ടേദാർമാർ. ആരാണ് ജോട്ടേദാർമാർ? 18-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സമ്പന്ന കർഷക വർഗമാണ് ജോട്ടേദാർമാർ എന്ന് പറയുന്നത്. 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും ബ്രിട്ടീഷ് പാർലമെന്റ് സമർപ്പിച്ച റിപ്പോർട്ടാണ് 5-ാം റിപ്പോർട്ട്. എന്താണ് 5-ാം റിപ്പോർട്ട്? 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും ബ്രിട്ടീഷ് പാർലമെന്റ് സമർപ്പിച്ച റിപ്പോർട്ടാണ് 5-ാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിൽ 10,000 പേരുകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ 5-ാം റിപ്പോർട്ടിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 10,000 പേരുകൾ ഉണ്ടായിരുന്നു. നികുതി വരുമാനത്തെക്കുറിച്ചുള്ള സ്ഥിര വിവരം കണക്കുകളാണ് മുഖ്യമായും ഉണ്ടായിരുന്നത്. പരമ്പരാഗത ജമീന്ദാരികളുടെ അധികാര തകർച്ചയെ പറ്റി 5-ാം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, പരമ്പരാഗത ജമീന്ദാരികളുടെ അധികാര തകർച്ചയെ പറ്റി എന്തിൽ സൂചിപ്പിക്കുന്നുണ്ട്? 5-ാം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ജനങ്ങളെയാണ് പഹാരിയാസ് എന്ന് വിളിച്ചിരുന്നത്. ആരാണ് പഹാരിയാസ്? 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ജനങ്ങളാണ് പഹാരിയാസ്. പഹാരിയാസ് ഭക്ഷണത്തിനായിട്ട് മഹുവ എന്നു പേരുള്ള പൂക്കൾ കാടുകളിൽ നിന്ന് ശേഖരിച്ചിരുന്നു. ഓക്കെ, പഹാരിയാസ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മഹുവ എന്ന് പറയുന്ന പേരുള്ള പൂക്കൾ കാടുകളിൽ നിന്ന് ശേഖരിച്ചിരുന്നു. പുറമേ നിന്നുള്ളവർ തങ്ങളുടെ പ്രദേശത്ത് അതിക്രമിച്ചു കടക്കുന്നതിന് പഹാരിയാസ് ശക്തമായി എതിർത്തിരുന്നു. പഹാരിയാസിനെ നയിച്ചിരുന്നത് മൂപ്പന്മാരാണ്. ഓക്കെ, മൂപ്പന്മാരാണ് പഹാരിയാസിനെ നയിച്ചിരുന്നത്. ക്ഷാമകാലങ്ങളിൽ പഹാരിയാസ് സമതലങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പഹാരിയാസിനെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 1870 പഹാരിയാസിന്റെ മൂപ്പന്മാർക്ക് വാർഷിക അലവൻസ് നൽകാൻ തീരുമാനമായി. 1870 പഹാരിയാസിന്റെ മൂപ്പന്മാർക്ക് വാർഷിക അലവൻസ് നൽകാൻ തീരുമാനമാകുന്നത്. പഹാരിയാസിന്റെ പ്രദേശങ്ങളിൽ ആര് കടന്നു കയറി? സാന്താൾമാർ. ഓക്കെ, സാന്താൾമാർ കേട്ടിട്ടുണ്ടല്ലോ. സാന്താൾമാർ കടന്നു കയറി. എവിടെ? പഹാരിയാസിന്റെ പ്രദേശങ്ങളിൽ.
അപ്പോൾ ആരാണ് സാന്താളുകൾ എന്ന് പറയുന്നത്? ബംഗാളിൽ രാജ്മഹൽ കുന്നുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു സാന്താളുകൾ. ഈ സാന്താൾമാർ പഹാരിയാസിന്റെ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? കടന്നു കയറി. സാന്താളുകളിൽ രാജ്മഹൽ കുന്നുകളുടെ അടിവാരത്തിൽ താമസിച്ചിരുന്ന പ്രദേശമാണ് ദാങ് ഇൻ ഇ കോഹ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സാന്താളുകളിൽ രാജ്മഹൽ കുന്നുകളുടെ അടിവാരത്തിൽ താമസിച്ചിരുന്ന പ്രദേശമാണ് ദാമിൻ ഇ കോഹ് എന്ന് പറയുന്നത്. സാന്താൾമാരെ ജമീന്ദാർമാരും എന്ത് ചെയ്തിരുന്നു? ചൂഷണം ചെയ്തിരുന്നു. ചൂഷണക്കാർക്കെതിരെ അവർ കടുത്ത പോരാട്ടം സംഘടിപ്പിക്കുകയുണ്ടായി. സഹോദരന്മാരായ കാനുവും സിദ്ധുവുമാണ് പോരാട്ടം നയിച്ചിരുന്നത്. അപ്പൊ സാന്താൾമാരുടെ പോരാട്ടത്തെ നയിച്ചിരുന്നത് ആരാണ്? സഹോദരന്മാരായിട്ടുള്ള കാനുവും സിദ്ധുവുമാണ്. 1855 to 56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എപ്പോഴാണ്? 1855 to 56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 6 മാസം നീണ്ടു നിൽക്കുന്ന കലാപം ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? അടിച്ചമർത്തി. ബംഗാൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകളാണ് റയറ്റ് വാരി, മഹൽവാരി എന്നിവ. ഓക്കെ, ബംഗാൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? റയറ്റ് വാരി, മഹൽവാരി എന്നിവയാണ്. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ഡേവിഡ് റിക്കാർഡോയുടെ കരസിദ്ധാന്തം ഭൂനികുതി പരിഷ്കരണ നടപടികളെ സ്വാധീനിച്ചു. ഏതാണ്? ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ഡേവിഡ് റിക്കാർഡോയുടെ കരസിദ്ധാന്തം ഭൂനികുതി പരിഷ്കരണ നടപടികളെ സ്വാധീനിച്ചു. കർഷകർ നേരിട്ട് ഭൂനികുതി നൽകുന്ന വ്യവസ്ഥയാണ് എന്ത്? റയറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, റയറ്റ് വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർഷകർ നേരിട്ട് നികുതി പിരിക്കുന്ന വ്യവസ്ഥയാണ് റയറ്റ് വാരി. 30 വർഷം കൂടുമ്പോൾ ഭൂമികളിൽ പുനർ സർവേ നടത്തി നികുതി പരിഷ്കരിക്കുകയായിരുന്നു. 1820കളിലാണ് ബോംബെ ഡെക്കാനിൽ ഗവൺമെന്റ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ എവിടെയാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കുന്നത്? 1820കളിൽ ബോംബെ ഡെക്കാനിലാണ് ഗവൺമെന്റ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അമേരിക്കയിൽ 1861 ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരുത്തി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയെന്ന നയം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഓക്കെ, 1861 അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരുത്തി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന നയം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ പരുത്തി വിതരണ സംഘം, മാർബസ്റ്റർ കോട്ടൺ കമ്പനി എന്നീ സംഘടനകൾക്ക് രൂപം നൽകി. എന്തൊക്കെയാണ്? പരുത്തി വിതരണ സംഘം, മാർബസ്റ്റർ കോട്ടൺ കമ്പനി എന്നീ സംഘടനകൾക്ക് ബ്രിട്ടീഷുകാർ രൂപം നൽകി. അമേരിക്കയുടെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് ശേഷം പരുത്തി ഉൽപാദനം വീണ്ടും പുരോഗതി പ്രാപിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് പരുത്തി കയറ്റുമതി കുത്തനെ കുറയുകയുണ്ടായി. ഗവൺമെന്റ് ഇക്കാലത്ത് ഭൂനികുതി 50% നിന്ന് 100% വർദ്ധിപ്പിച്ചു. കൃഷി തകർന്ന കർഷകന് പണം കൊടുക്കാൻ ഹുണ്ടികക്കാർ വിസമ്മതിച്ചു. ഹുണ്ടികക്കാർ കർഷകരിൽ നിന്ന് അമിത പലിശ ഈടാക്കിയിരുന്നു. ഹുണ്ടികക്കാർ ചതിയന്മാരും നീചന്മാരുമാണെന്ന് കർഷകർ തിരിച്ചറിഞ്ഞു. ഹുണ്ടികക്കാരോടുള്ള കർഷകരുടെ രോഷം ഒടുവിൽ കലാപമായി പൊട്ടിത്തെറിച്ചു. പൂന ജില്ലയിലെ സുബ എന്ന ഗ്രാമത്തിലാണ് ലഹള ആരംഭിച്ചത്. എവിടെയാണ്? പൂന ജില്ലയിലെ സുബ എന്ന ഗ്രാമത്തിലാണ് ലഹള ആരംഭിച്ചത്. പൂനെയിൽ നിന്ന് ലഹള അഹമ്മദ് നഗറിലേക്ക് വ്യാപിച്ചു. കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുക, കടപ്പത്രങ്ങൾ നശിപ്പിക്കുക എന്നിവയായിരുന്നു കലാപത്തിന്റെ സ്വഭാവം. കൊളോണിയൽ ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കൊളോണിയലിസവും ഗ്രാമപ്രദേശവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാന്താൾമാർ ആരാണ്, പഹാരിയാസ് ആരാണ്, അവിടെ ഉണ്ടായിരുന്ന ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റ് വാരി, മഹൽവാരി വ്യവസ്ഥകൾ ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധു, കാനു അവരെ ഓർത്തിരിക്കുക. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞില്ലേ, അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ള അടുത്ത ചാപ്റ്ററാണ് കലാപകാരികളും ബ്രിട്ടീഷ് രാജും. ഓക്കെ, കലാപകാരികളും ബ്രിട്ടീഷ് രാജും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ കലാപകാരികളും ബ്രിട്ടീഷ് രാജും എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം.
ആദ്യം തന്നെ 1857 കലാപത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തെ തൂത്തെറിയാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യത്തെ പ്രധാന ശ്രമമാണ് 1857 കലാപം. ബ്രിട്ടീഷ് ഭരണത്തെ തൂത്തെറിയാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ശ്രമമാണ് 1857 കലാപം. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും വ്യാപകമായ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പടയാളികൾ അഥവാ ശിപ്പായിമാരാണ് കലാപത്തിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പടയാളികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ശിപ്പായിമാർ എന്നാണ്. അവരാണ് 1857 കലാപത്തിന് തുടക്കം കുറിച്ചത്. 1857 മെയ് 10 മീററ്റിലെ പട്ടാള ക്യാമ്പിലാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ്? 1857 മെയ് 10 എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കലാപകാരികൾ ജയിൽ, കോടതി, ട്രഷറി തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തകർത്തു. തുടർന്ന് അവർ എങ്ങോട്ട് നീങ്ങി? ഡൽഹിയിലോട്ട് നീങ്ങി. ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം കലാപകാരികൾ എന്ത് ചെയ്തു? മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കാണുകയും നേതൃത്വം ഏൽപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ നേതൃത്വം ഏൽപ്പിക്കുകയും ചെയ്തു. വിപ്ലവകാരികൾ ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഓക്കെ, കലാപകാരികൾക്കിടയിൽ ആസൂത്രണവും ഏകോപനവും ഉണ്ടായിരുന്നു. കലാപത്തിന്റെ രീതി എല്ലായിടത്തും എങ്ങനെയായിരുന്നു? ഒരുപോലെ ആയിരുന്നു. കലാപകാരികളുടെ ആക്രമണ ലക്ഷ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനങ്ങളും. ഓക്കെ, കലാപകാരികളുടെ ആക്രമണ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അവരുടെ ഭരണ സംവിധാനങ്ങളുമായിരുന്നു. ഹുണ്ടികക്കാരും ധനികരും ആക്രമണത്തിന് ഇരയായി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രധാന കലാപ കേന്ദ്രങ്ങളും നേതാക്കളും. നോക്കുക, കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. ബീഹാറിലുള്ള ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. അവധിൽ നേതൃത്വം നൽകിയത് നവാബ് ബിർജിസ് ഖാദറും ബീഗം ഹസ്രത്ത് മഹലും ആണ്. ഓക്കെ, നവാബ് ബിർജിസ് ഖാദറും അതുപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹലും ആണ് അവധിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. കാൺപൂരിൽ നാനാ സാഹിബ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ആരയിൽ കൻവർ സിംഗ്, അവധിൽ നവാബ് ബിർജിസ് ഖാദർ, ബീഗം ഹസ്രത്ത് മഹൽ. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ ഷാമൽ, ഛോട്ടാ നാഗ്പൂരിൽ ഗോത്ര കർഷകനായിട്ടുള്ള ഗോനു, ഹൈദരാബാദിലെ മൗലവി അഹമ്മദുള്ള ഷാ മുഖ്യ പങ്കാളികളായിരുന്നു. ഓക്കെ, ഉത്തർപ്രദേശിൽ ഇവരെ കൂടാതെ കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ പേരാണ് പറയുന്നത്. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലെ ഷാമൽ, ഛോട്ടാ നാഗ്പൂരിൽ ഗോത്ര കർഷകനായിട്ടുള്ള ഗോനു, ഹൈദരാബാദിലെ മൗലവി അഹമ്മദുള്ള ഷാ മുഖ്യ പങ്കാളികളായിരുന്നു. പുതിയ റൈഫിളുകളിലെ തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന് ഒരു കിംവദന്തി പരന്നിരുന്നു. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ ആവരണം കടിച്ചു പൊട്ടിച്ച് തിരകൾ ഉപയോഗിക്കുമ്പോൾ ജാതിയും മതവും അപകടത്തിലാവുമെന്ന് അവർ കരുതി. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ശ്രമിക്കുകയാണെന്നുള്ള വാർത്തയും പരന്നു. അവധിലെ രാജാവായിട്ടുള്ള വാജിദ് അലി ഷാ ദുർഭരണം നടത്തുന്നു എന്ന് ആരോപിച്ച് ഡൽഹൌസി പ്രഭു അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണമായിട്ടുള്ള കിംവദന്തികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, പുതിയ റൈഫിളിലെ തിരകൾ, അല്ലെ, അതിലെ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന് ഉള്ളൊരു കിംവദന്തി. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ ആവരണം കടിച്ചു പൊട്ടിച്ച് തിരകൾ ഉപയോഗിക്കുമ്പോൾ ജാതിയും മതവും അപകടത്തിലാവുമെന്നുള്ള ഒരു കരുതൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഈ വാർത്തകളൊക്കെയാണ് 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണമായിട്ടുള്ള കിംവദന്തികൾ എന്ന് പറയുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? അവധിലെ രാജാവായിട്ടുള്ള വാജിദ് അലി ഷാ ദുർഭരണം നടത്തുന്നു എന്ന് ആരോപിച്ച് ഡൽഹൌസി പ്രഭു എന്ത് ചെയ്തു? അദ്ദേഹത്തെ പുറത്താക്കി. 1789 വെല്ലസി നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ
പല ഭരണാധികാരികൾക്കും രാജ്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. 1789 വെല്ലസ്ലി എന്ത് നടപ്പാക്കുന്നത്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. ദത്താവകാശ നിയമം അനുസരിച്ച് ഝാൻസി, സത്താറ എന്നിവ പിടിച്ചെടുത്തു. ദത്താവകാശ നിയമം അനുസരിച്ച് ഝാൻസി, സത്താറ എന്നിവ പിടിച്ചെടുത്തു. ശിപ്പായിമാർക്ക് ധാരാളം പരാതികളും ആവലാതികളും ഉണ്ടായിരുന്നു. വളരെ കുറഞ്ഞ വേതനമാണ് ശിപ്പായിമാർക്ക് ലഭിച്ചിരുന്നത്. 1857 കലാപത്തിന്റെ പ്രധാന സവിശേഷത അത് പ്രദർശിപ്പിച്ച ഐക്യബോധമാണ്. 1857 കലാപത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? ഐക്യബോധമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ നഷ്ടപ്പെടാനോ നേടാനോ ഉള്ള ഒരു യുദ്ധമായാണ് കലാപത്തെ കണ്ടിരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഐക്യബോധം ഉണ്ടായിരുന്ന ഒരു കലാപമാണ് 1857 കലാപം. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക സാമൂഹ്യ നയങ്ങൾ ജനങ്ങളെ രോഷം കൊള്ളിച്ചു. 1857 കലാപത്തെ വേഗത്തിൽ അടിച്ചമർത്താൻ സാധിച്ചില്ല. കലാപത്തെ അമർച്ച ചെയ്യാനായി അവർ ധാരാളം നിയമങ്ങൾ പാസാക്കി. കലാപകാരികളെ ശിക്ഷിക്കുവാനും വിചാരണ ചെയ്യുവാനുമുള്ള അധികാരം സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകി. കലാപകാരികളെ ശിക്ഷിക്കാനും വിചാരണ ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ് നൽകിയത്? സൈനിക ഉദ്യോഗസ്ഥർക്കാണ് നൽകിയത്. കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ മികച്ച സൈനിക ശക്തിയും സജ്ജീകരണങ്ങളും ഉപയോഗപ്പെടുത്തി. നയതന്ത്രപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഭൂപ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ഐക്യം തകർക്കാൻ ശ്രമിച്ചു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച റിലീഫ് ഓഫ് ലക്നൗ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. തോമസ് ജോൺസ് ബാർക്കർ രചിച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. 1859 വരയ്ക്കുന്നത്. സ്കോട്ടിഷ് കലാകാരനായിട്ടുള്ള ജോസഫ് നോയൽ പേറ്റൻ കലാപം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം വരച്ചതാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ഒരു ചിത്രം. അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. അതുപോലെ സ്കോട്ടിഷ് കലാകാരനായിട്ടുള്ള ജോസഫ് നോയൽ പേറ്റൻ വരച്ചതാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ഒരു ചിത്രം. കലാപകാരികളുടെ ആക്രമണങ്ങളെ സുധീരം നേരിടുന്ന ധീര വനിതകളെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാൺപൂരിലെ കലാപകാരികളെ വധിച്ചുകൊണ്ട് തന്റെ മാനം കാക്കുന്ന മിസ് ലവറിന്റെ ചിത്രം പ്രധാനപ്പെട്ടതാണ്. കാൺപൂരിലെ കലാപകാരികളെ വധിച്ചുകൊണ്ട് തന്റെ മാനം കാക്കുന്ന മിസ് വിലറിന്റെ ചിത്രം പ്രധാനപ്പെട്ടതാണ്. കലാപകാരികളെ മൃഗീയമായ രീതിയിലാണ് വധിച്ചത്. 1857 കലാപം 20-ാം നൂറ്റാണ്ടിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു പ്രചോദന കേന്ദ്രമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്ന് വിദേശ ഭരണത്തിനെതിരെ നടത്തിയ 1-ാം സ്വാതന്ത്ര്യ സമരമായി കലാപം വിശേഷിക്കപ്പെട്ടു. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്ന് വിദേശ ഭരണത്തിനെതിരെ നടത്തിയ 1-ാം സ്വാതന്ത്ര്യ സമരമാണ് 1857 കലാപം. കലാപനായകന്മാർ വീരസാഹസികരായി ചിത്രീകരിക്കപ്പെട്ടു. ഝാൻസി റാണിയെ പോലുള്ള നേതാക്കന്മാരുടെ ധീരതയെ വാഴ്ത്തിക്കൊണ്ട് നിരവധി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന റാണിയുടെ ചിത്രം അനീതിയെയും വിദേശ ഭരണത്തെയും എതിർക്കുവാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിരുന്നു. കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന റാണിയുടെ ചിത്രം എന്താണ്? അനീതിയെയും വിദേശ ഭരണത്തെയും എതിർക്കുവാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. നമുക്കറിയാമല്ലേ, 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് നിയമബിരുദം നേടിയതിനു ശേഷം 1893 ഗുജറാത്തിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നിയമോപദേഷ്ടാവായി ഗാന്ധിജി എങ്ങോട്ട് പോയി? ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. 1893 ഗുജറാത്തിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നിയമോപദേഷ്ടാവായിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോയി.
ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഭരണകൂടത്തിന്റെ വംശീയ വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം ഐതിഹാസിക പോരാട്ടം നടത്തി. ഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറയുന്ന അഹിംസാധിഷ്ഠിത സമര രീതിക്ക് രൂപം നൽകി. എവിടെ വെച്ച്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറയുന്ന അഹിംസാധിഷ്ഠിത സമര രീതിക്ക് രൂപം നൽകുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. എപ്പോഴാണ്? 1915. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മെല്ലെ കരുത്താർജിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖകൾ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ബാലഗംഗാധര തിലകൻ, ബംഗാളിലെ ബിപിൻ ചന്ദ്രപാൽ, പഞ്ചാബിലെ ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു പ്രമുഖ നേതാക്കൾ. ഈ 3 നേതാക്കന്മാർ ലാൽ പാൽ ബാൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഈ ലാൽ പാൽ ബാൽ എന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇവർ കോൺഗ്രസിലെ തീവ്രവാദത്തിന്റെ ആരായിരുന്നു? നേതാക്കന്മാരായിരുന്നു. ഓക്കെ, അപ്പൊ ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, അതുപോലെ തന്നെ ആരാണ്? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. ഇവർ ആരായിരുന്നു? കോൺഗ്രസിലെ തീവ്രവാദത്തിന്റെ നേതാക്കളായിരുന്നു ഇവർ 3 പേരും. മിതവും നിയമാനുസൃതവുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു മിതവാദികൾ. ഓക്കെ, ഇപ്പൊ തീവ്രവാദ വിഭാഗത്തിൽ വരുന്നതാണ് ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ എന്നിവർ. ലാൽ പാൽ ബാൽ എന്നവർ അറിയപ്പെടുന്നവർ തീവ്രവാദ വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു. ഇനി മിതവാദികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെയാന്ന് നോക്കുക. മിതവും നിയമാനുസൃതവുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയവരായിരുന്നു മറ്റൊരു വിഭാഗമായിരുന്നു ആര്? മിതവാദികൾ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു മിതവാദികളുടെ നേതാവ്. മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു മിതവാദികളുടെ നേതാവ്. ജനങ്ങളെ സത്യാഗ്രഹത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടി 1916 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ ജനങ്ങളെ സത്യാഗ്രഹത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1916 എവിടെയാണ്? അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിലാണ് അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗം ഗാന്ധിജിയെ അറിയപ്പെടുന്ന വ്യക്തിയാക്കി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വൻ സമരമാണ് നിസ്സഹകരണ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വൻ സമരം ഏതാണ്? നിസ്സഹകരണ സമരം. വൻ സമരമാണ് പറയുന്നത്. 1919 ജനങ്ങളുടെ എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. 1919 ജനങ്ങളുടെ എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനുമുള്ള അധികാരം റൗലറ്റ് നിയമങ്ങൾ ഗവൺമെന്റിന് നൽകി. ഓക്കെ, ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനുമുള്ള അധികാരം റൗലറ്റ് നിയമങ്ങൾ ഗവൺമെന്റിന് നൽകി. റൗലറ്റ് നിയമങ്ങൾക്കെതിരെ ഗാന്ധിജി ശക്തമായ സമരം ആരംഭിച്ചു. റൗലറ്റ് നിയമങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു കൂട്ടം ജനങ്ങൾ തടിച്ചുകൂടി. ഡോക്ടർ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഒത്തുചേർന്നത്. പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കെ അമൃത്സറിലെ പട്ടാള മേധാവി ജനറൽ ഡയർ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിച്ച ഈ കൂട്ടക്കൊലയിൽ 400 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919
ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഡോക്ടർ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു കൂട്ടക്കൊല ആ ഒരു സമ്മേളനം, ജനക്കൂട്ടം അവിടെ പ്രതിഷേധിച്ചത്. ഇതിന് നേതൃത്വം നൽകിയത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ജനറൽ ഡയർ ആണ്. ജനറൽ ഡയർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന സംഭവമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹരണ സമരം എന്താന്ന് പറഞ്ഞല്ലേ. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുർക്കിയിലെ സുൽത്താന്റെ നഷ്ടപ്പെട്ട ഖലീഫയുടെ അധികാരങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുർക്കിയിലെ സുൽത്താന്റെ നഷ്ടപ്പെട്ട ഖലീഫയുടെ അധികാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഗാന്ധിജിയുടെ നിസ്സഹരണ പരിപാടി അംഗീകരിച്ചു. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസിന്റെ സമ്മേളനം എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ നിസ്സഹരണ പരിപാടി അംഗീകരിച്ചു. അപ്പൊ നിസ്സഹരണ പരിപാടി അംഗീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1920 ഡിസംബറിൽ നടന്ന നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. സ്വദേശി പ്രചാരണം, അയിത്തോച്ചാടനം, മദ്യനിരോധനം, ഹിന്ദു മുസ്ലിം മൈത്രി, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ ഇവയായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സ്വദേശി പ്രചാരണം, അയിത്തോച്ചാടനം, മദ്യനിരോധനം, ഹിന്ദു മുസ്ലിം മൈത്രി, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ ഇവയായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വിജയകരമായ പരിപാടി വിദേശ വസ്തു അല്ലെങ്കിൽ വസ്ത്ര ബഹിഷ്കരണമായിരുന്നു. 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ കുപിതരായ കർഷക സംഘം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിജിയെ ഞെട്ടിപ്പിക്കുകയും അദ്ദേഹം നിസ്സഹരണ സമരം പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിക്കാനായിട്ട് കാരണമായിട്ടുള്ള സംഭവം ഏതാണ്? 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ സമരം നിർത്തിവെക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നിസ്സഹരണ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? റൗലറ്റ് നിയമങ്ങൾ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന പ്രധാന സംഭവമാണ് സൈമൺ കമ്മീഷന്റെ നിയമനം. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? സൈമൺ കമ്മീഷന്റെ നിയമനമാണ്. കമ്മീഷനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് അവർ കമ്മീഷനെ ബഹിഷ്കരിച്ചു. 1929 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലാഹോറിൽ നടന്നു. 1929 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലാഹോറിൽ വെച്ച് നടക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം. അപ്പൊ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത്. ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുവാനും തീരുമാനിച്ചു. അപ്പൊ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ വൻ സമരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ സമരം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ നിയമപ്രകാരം ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു. സിവിൽ നിയമലംഘന പ്രകാരം ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ആർക്കായിരുന്നു? ഗവൺമെന്റിനായിരുന്നു. 1930 മാർച്ച് 12 ഗാന്ധിജി സുപ്രസിദ്ധമായ ദണ്ഡിയാത്ര ആരംഭിച്ചു. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എപ്പോഴാണ്? 1930 മാർച്ച് 12
78 അനുയായികളുമൊപ്പം 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് 24 ദിവസം കൊണ്ട് കാൽനടയായി യാത്ര ചെയ്ത് കടലോര ഗ്രാമമായ ദണ്ഡിയിലെത്തി. എത്ര അനുയായികളോടൊപ്പമാണ്? 28 അനുയായികളോടൊപ്പം 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് 24 ദിവസം കൊണ്ടാണ് കാൽനടയായിട്ട് യാത്ര ചെയ്തത്. ഗാന്ധിജി ദണ്ഡിയിൽ വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഉപ്പ് നിയമം ലംഘിച്ചു. ദണ്ഡിയിൽ വെച്ച് എന്ത് ചെയ്തു? ഗാന്ധിജി ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിച്ചു. നഗരങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി, അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു, വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. അപ്പോൾ ഇവിടെ ഉപ്പ് നിയമം എന്ന് പറയുന്നത് 1930 മാർച്ച് 12 ദണ്ഡി യാത്ര ഓർത്തിരിക്കുക. എത്ര അനുയായികളാണ്? 78 അനുയായികൾക്കൊപ്പം 200 മൈൽ ദൂരെയാണ്, 24 ദിവസം കൊണ്ടാണ് നടന്നെത്തിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1930, 31, 32 വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 3 വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ വെച്ച് നടത്തുകയുണ്ടായി. ഓക്കെ, ഇപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 31, 32. 31 നടന്ന രണ്ടാം സമ്മേളനത്തിൽ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തു. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 31 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഇനി 1942 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ മന്ത്രിസഭാംഗമായ ക്രിപ്സിനെ 1942 ഒരു ദൗത്യവുമായിട്ട് ഇന്ത്യയിലേക്ക് അയച്ചു. ഓക്കെ, 1942 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ മന്ത്രിസഭാംഗമായിട്ടുള്ള ക്രിപ്സിനെ ഇന്ത്യയിൽ അയച്ചു. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തിന് ശേഷം 1942 ഓഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ഓക്കെ, ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തിന് ശേഷമാണ് 1942 ഓഗസ്റ്റിൽ എന്ത് നടക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരത്തിനിറങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായിട്ട് സമരത്തിനിറങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. എന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുൻപ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ആഞ്ഞടിച്ചു. 1945 ലേബർ ഗവൺമെന്റ് ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായ ബ്രിട്ടനിൽ അധികാരത്തിലെത്തി. ഓക്കെ, 1945 ലേബർ ഗവൺമെന്റ് ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായിട്ടുള്ള ബ്രിട്ടനിൽ അധികാരത്തിലെത്തി. 1947 ഫെബ്രുവരിയിൽ മൗണ്ട് ബാറ്റൺ പുതിയ വൈസ്രോയിയായി നിയമിക്കപ്പെട്ടു. 1947 ഫെബ്രുവരിയിലാണ് മൗണ്ട് ബാറ്റൺ പുതിയ വൈസ്രോയിയായി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ വിഭജനത്തിനായിട്ട് അദ്ദേഹം 3 പദ്ധതി പ്രഖ്യാപിച്ചു. ഓക്കെ, രാജ്യത്തിന്റെ വിഭജനത്തിനായിട്ട് അദ്ദേഹം 3 പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തില്ല. രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം ലഹളകൾ രാജ്യത്തെമ്പാടുമുണ്ടായി. വർഗീയ ലഹളയ്ക്ക് ശമനം വരുത്തുവാൻ ഗാന്ധിജി നാടെങ്ങും സഞ്ചരിക്കുകയുണ്ടായി. ഇന്ത്യ വിഭജിക്കപ്പെട്ടുവെങ്കിലും ഇരു രാജ്യങ്ങളും പരസ്പരം ആദരിക്കണമെന്നും പിന്തുണ വേണമെന്നും ഗാന്ധിജി അഭ്യർത്ഥിച്ചു. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ നാഥൂറാം ഗോഡ്സെ എന്ന പൂനക്കാരൻ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. ആരാണ്? നാഥൂറാം ഗോഡ്സെ. ഗാന്ധിജിയുടെ മരണം രാജ്യത്തെ ഒട്ടാകെ നടക്കുകയും ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്തു. ഇനി ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ദെൻ ദേശീയ സമരങ്ങൾ. നിസ്സഹരണ സമരം നടന്ന എപ്പോഴാണ്? 1920 to 22. നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം 1938 to 34. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇങ്ങനെ കുറേ കഥ പോലെ ഇങ്ങനെ വായിച്ചു പോയി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു PDF ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ളത്. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് PDF ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം കേട്ടോ. ഇവിടെ നോക്കുക, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യോത്തര രൂപത്തിൽ വരുന്നതാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യോത്തര രൂപത്തിൽ വേണമെന്നുള്ളവർ ഇതൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? നോക്കുക, ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് ചമ്പാരൻ സമരം. നോക്കുക, ചമ്പാരൻ സമരം എന്ന് പറയുന്നത് എന്താണ്?
ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം സമരം നടന്നത് ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ്. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ചമ്പാരൻ സമരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് എന്ത്, ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഭൂമിയിൽ മറ്റു വിളകളുടെ സ്ഥാനത്ത് നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നീലം വിൽക്കാൻ അവർ നിർബന്ധിതരായി. 1917 ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ജില്ല വിട്ടുപോകാനുള്ള ഗവൺമെന്റ് ഉത്തരവ് ഗാന്ധിജി അംഗീകരിച്ചില്ല. ഒടുവിൽ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ചു. കർഷകരുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും ഗവൺമെന്റ് അംഗീകരിച്ചു. അപ്പോൾ ചമ്പാരൻ സമരം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം അല്ലെങ്കിൽ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ബീഹാറിലെ ചമ്പാരൻ സമരമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. അടുത്തത് നോക്കുക, അഹമ്മദാബാദ് മിൽ സമരം. എന്താണ് പറയുന്നത്? തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുണ്ടായ വേതന സംബന്ധമായിട്ടുള്ള തർക്കത്തിൽ ഗാന്ധിജി ഇടപെട്ടു. കൂലി വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ 1918 പണിമുടക്ക് ആരംഭിച്ചു. ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. ഒടുവിൽ മില്ലുടമകൾ ഒത്തുതീർപ്പിനായി തയ്യാറായി. തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചു. അപ്പം അതാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. 1918 അത് എന്താണ് പണിമുടക്ക് ആരംഭിക്കുന്നത്. അഹമ്മദാബാദ് മിൽ സമരം വർഷം 1918. തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുണ്ടായ വേതന സംബന്ധമായിട്ടുള്ള തർക്കമാണ് ഈ ഒരു സമരം എന്ന് പറയുന്നത്. ചമ്പാരൻ സമരം 1917, അഹമ്മദാബാദ് മിൽ സമരം 1918. അടുത്തത് ഖേദ സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം. ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടിയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? പോരാടിയത്. ഖേദയിലെ കർഷകർ വരൾച്ച മൂലം വൻ കൃഷിനാശം നേരിടുകയുണ്ടായി. ഇതിനെ തുടർന്ന് കർഷകർ ഭൂനികുതിയിൽ ഇളവ് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെന്റ് അത് നൽകാൻ തയ്യാറായില്ല. ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നത് വരെ നികുതി കൊടുക്കാതിരിക്കാൻ കർഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒടുവിൽ ഗവൺമെന്റ് കർഷകരുടെ ആവശ്യം അംഗീകരിച്ചു. അപ്പോൾ ഗുജറാത്തിലെ ഖേദയിലെ കർഷക സമരം ഓർത്തിരിക്കുക. ഇനി അടുത്ത നോക്കുക, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന 3 പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ? അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, ദെൻ നിസ്സഹരണ പ്രസ്ഥാനം, ഇതൊക്കെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന 3 പ്രധാനപ്പെട്ട സമരങ്ങളാണ്. നോക്കുക, ആദ്യം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആദ്യം തന്നെ എന്താണ് ഗാന്ധിജിയെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 1869 ഒക്ടോബർ 2 നമുക്കറിയാം ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത് എന്നുള്ളത് പറഞ്ഞു. ദെൻ ഇംഗ്ലണ്ടിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഇനി നിസ്സഹരണ പ്രസ്ഥാനം നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരമാണ് നിസ്സഹരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരമാണ് അല്ലെങ്കിൽ ആദ്യത്തെ വലിയ പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. റൗലറ്റ് നിയമങ്ങൾ, ജാലിയൻ വാലാബാഗ് ദുരന്തം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ഗാന്ധിജിക്ക് പ്രേരണ നൽകി. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ഗാന്ധിജിക്ക് പ്രേരണയായിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്? റൗലറ്റ് നിയമങ്ങൾ, ജാലിയൻ വാലാബാഗ് ദുരന്തം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവയാണ്. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നിസ്സഹരണ പരിപാടികൾ അംഗീകരിച്ചു. അപ്പം നിസ്സഹരണ പരിപാടികൾ അംഗീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ്? 1920 ഡിസംബറിൽ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ്. ഇതോടെയാണ് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇനി നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പഞ്ചാബ് പ്രശ്നത്തിന്റെ പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക എന്നുള്ളതായിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനം അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇതിൽ ക്രിയാത്മകവും നിഷേധാത്മകവുമായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. ഇതിൽ എന്തുണ്ടായിരുന്നു? ക്രിയാത്മകമായിട്ടുള്ള പരിപാടികളും നിഷേധാത്മകമായിട്ടുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. ക്രിയാത്മക പരിപാടികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സ്വദേശി പ്രചാരണം, ഐത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിന്റെ ദേശസാൽക്കരണം,
ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, സ്വദേശി പ്രചാരണം, ഐത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിന്റെ ദേശസാൽക്കരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, ഇതെല്ലാമാണ് ക്രിയാത്മക പരിപാടികളിൽ വരുന്നത്. ഇനി നിഷേധാത്മക പരിപാടികളിൽ വരുന്ന എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിക്കുക, ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ, പദവികൾ മുതലായവ ബഹിഷ്കരിക്കുക, നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഗവൺമെന്റ് എല്ലാ മർദ്ദനമുറകളും സ്വീകരിച്ചു. എന്നാൽ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ക്രിയാത്മക പരിപാടികളും നിഷേധാത്മക പരിപാടികളും ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പൊ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1922 ഫെബ്രുവരിയിൽ കർഷകർ നടത്തിയ ഒരു ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതോടുകൂടിയാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നത്. രോഷാകുലരായ ഒരു സംഘം കർഷകർ ചൗരി ചൗരയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീ വയ്ക്കുകയും ചെയ്തു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പോൾ വർഷം 1922 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം. അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇതെല്ലാം നമ്മൾ ഒരു തവണ വായിച്ചതാണ്, എങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പോയിന്റ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ടവർ ഈ രീതിയിൽ പഠിക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ വലിയ പ്രക്ഷോഭമാണിത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആദ്യത്തെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം, രണ്ടാമത്തേത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്തിന്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഉപ്പു നികുതിയെ കേന്ദ്ര പ്രശ്നമാക്കി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനം തികച്ചും തന്ത്രപരമായ നീക്കമായിരുന്നു. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ടാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ദണ്ഡി യാത്ര. 1930 മാർച്ച് 12 ഗാന്ധിജി സുപ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചു. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടൊപ്പം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. അല്ലെ, നമ്മൾ പറഞ്ഞതാണ്. 1930 ഏപ്രിൽ 6 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു. തൊഴിലാളികൾ പണിമുടക്കി, അഭിഭാഷകർ ബ്രിട്ടീഷ് കോടതികൾ ബഹിഷ്കരിച്ചു, വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് നമുക്ക് ദണ്ഡി യാത്രയും അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും. അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ 1931 കേട്ടോ. 1931 നവംബറിൽ മാർച്ച് 5 1931 നവംബറിൽ മാർച്ച് 5 ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഗാന്ധി ഇർവിൻ കരാർ അഥവാ ഡൽഹി കരാർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗാന്ധി ഇർവിൻ കരാർ അല്ലെങ്കിൽ ഡൽഹി കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? 1931 മാർച്ച് 5 നവംബറിൽ മാർച്ച് 5 കേട്ടോ. 1931 മാർച്ച് 5 ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതാണ് ഗാന്ധി ഇർവിൻ കരാർ അഥവാ ഡൽഹി കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കരാറിലെ വ്യവസ്ഥ പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി എന്ത് ചെയ്തു? തീരുമാനിച്ചു. കരാറിലെ വ്യവസ്ഥ പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി സമ്മതിച്ചു. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരൊഴികെ എല്ലാ തടവുകാരെയും വിട്ടയക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. തീരപ്രദേശങ്ങളിൽ പരിമിതമായ തോതിൽ ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് അനുവാദം നൽകി. അപ്പൊ ഗാന്ധി ഇർവിൻ ഉടമ്പടി വർഷം 1931 എന്നുള്ളത് ഓർത്തിരിക്കുക. ഗാന്ധി ഇർവിൻ കരാർ, ഡൽഹി കരാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു.
1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിനുള്ള ആസന്ന കാരണം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന്റെ കാരണം എന്താണ്? ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയമാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി. എപ്പോഴാണ്? 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുന്നത്. ഈ പ്രമേയമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജി ഉൾപ്പെടെ എല്ലാ ഉന്നത നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പണിമുടക്കുകളും അരങ്ങേറി. അടുത്തത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ ആശയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജിയുടെ ബനാറസ് പ്രസംഗം ഇന്ത്യൻ ദേശീയത ഒരു വരേണ്യ പ്രസ്ഥാനമായിരുന്നു എന്ന് വസ്തുതയുടെ പ്രസ്താവനയായിരുന്നു. ഇന്ത്യൻ ദേശീയത അഭിഭാഷകരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും സൃഷ്ടിയാണെന്ന യാഥാർത്ഥ്യം ഈ പ്രസംഗത്തിലൂടെ തുറന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏത് പ്രസംഗത്തിലൂടെ? ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലൂടെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് അഭിഭാഷകരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും സൃഷ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പ്രസംഗത്തിലൂടെ തുറന്ന് പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ ലക്ഷ്യത്തിന്റെയും സമീപനത്തിന്റെയും ആദ്യത്തെ പൊതുപ്രഖ്യാപനമായിരുന്നു അത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള ഗാന്ധിജിയുടെ ആഗ്രഹം അത് പ്രകടിപ്പിച്ചു. ഇനി അടുത്തത് റൗലറ്റ് നിയമങ്ങളെ കുറിച്ചാണ്. 1919 ജനങ്ങളുടെ എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. 1919 എന്ത്? ജനങ്ങളുടെ എതിർപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് റൗലറ്റ് നിയമങ്ങൾ പാസാക്കുന്നത്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചിട്ടാണ് ഈ നിയമങ്ങൾ പാസാക്കുന്നത്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാസാക്കിയത്. ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിലാക്കാനുമുള്ള അധികാരങ്ങൾ റൗലറ്റ് നിയമങ്ങൾ എന്ത് ചെയ്തു? ഗവൺമെന്റിന് നൽകി. റൗലറ്റ് നിയമം അനുസരിച്ച് ഗവൺമെന്റിന് ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനുമുള്ള അധികാരമുണ്ട്. റൗലറ്റ് നിയമങ്ങൾക്ക് എതിരെ ഗാന്ധിജി ശക്തമായൊരു പ്രക്ഷോഭം ആരംഭിച്ചു. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനും ഹർത്താലിനും ആഹ്വാനം നൽകി. ഗാന്ധിജിയെ ഒരു യഥാർത്ഥ ദേശീയമെന്ന നേതാവാക്കി മാറ്റിയത് എന്താണ്? റൗലറ്റ് നിയമങ്ങളാണ്. ഗാന്ധിജിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റിയത് റൗലറ്റ് നിയമങ്ങളാണ്. ഇനി റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭകാലത്താണ് ചരിത്രത്തിലെ ഏറ്റവും നീചമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അരങ്ങേറിയത്. അപ്പോൾ 1919 ഏപ്രിൽ 19 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 13 കേട്ടോ. 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. ദേശീയ നേതാക്കളായിട്ടുള്ള ഡോക്ടർ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഒത്തുചേർന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കെ അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ തന്റെ സൈന്യവുമായി വന്ന് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിച്ചു. ആരാണ്? ജനറൽ ഡയർ ആണ്. ഈ കൂട്ടക്കൊലയിൽ 400-ലേറെ പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് പേർ മുറിവേറ്റു. അപ്പോൾ ഇത്രയാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലാണ് നടന്നത്. ഡോക്ടർ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവരവിടെ ഒത്തുചേർന്നത്. ജനറൽ ഡയർ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനമായിരുന്നു. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവരായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവരായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുൻപത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങളുടെ നിയന്ത്രണം തുർക്കി സുൽത്താന്, അതായത് ഖലീഫയ്ക്ക് വിട്ടുകൊടുക്കണം. ഇസ്ലാമിക വിശ്വാസം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങൾ ഖലീഫയ്ക്ക് വിട്ടുകൊടുക്കണം. ഇതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ. അടുത്തത് വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931.
കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്തതാണ് എന്ത് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമോ പുത്രികാ രാജ്യ പദവിയോ നൽകുന്നത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല. ഗാന്ധിജിയും കോൺഗ്രസുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി തന്റെ മന്ത്രിസഭാംഗമായിട്ടുള്ള സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലോട്ട് അയച്ചു. നിരാശനായ ഗാന്ധിജി വെറും കൈയോടെ മടങ്ങുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. 1931 സെപ്റ്റംബറിലാണ്. ഇനി മൂന്നാം വട്ടമേശ സമ്മേളനം എന്ന് പറയുമ്പോൾ എന്താണ്? 1932 നവംബറിലാണ്. കോൺഗ്രസ് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ചില സാമാന്യ തത്വങ്ങൾ ഈ സമ്മേളനം രൂപപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപപ്പെടുത്തുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓർത്തിരിക്കുക. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യയിൽ പ്രാതിനിധ്യ ഗവൺമെന്റിന് തുടക്കം കുറിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പ്രവിശ്യകളിൽ നിലനിന്നിരുന്ന ദ്വിഭരണ സമ്പ്രദായത്തെ അത് അവസാനിപ്പിക്കുകയും പ്രാദേശിക സ്വയംഭരണം കൊണ്ടുവരികയും ചെയ്തു. ഈ നിയമം പരിമിതമായ തോതിൽ വോട്ടവകാശം അനുവദിച്ചു. അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി നമ്മൾ പഠിച്ചതാണ്. 1931 മാർച്ച് 5 ഡൽഹി കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കരാറിലെ വ്യവസ്ഥ പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി എന്ത് ചെയ്തു? തീരുമാനിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചു. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ഒഴികെ എല്ലാ തടവുകാരെയും വിട്ടയക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. അടുത്തത് ക്രിപ്സ് ദൗത്യമാണ്. ക്രിപ്സ് ദൗത്യം എന്ന് പറയുമ്പോൾ 1942 ഗാന്ധിജിയും കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ മന്ത്രിസഭാംഗമായിട്ടുള്ള സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലോട്ട് അയച്ചു. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ ക്രിപ്സും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു. പുത്രികാ രാജ്യ പദവി എന്ന വാഗ്ദാനം കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. പിന്നീട് തീയതി വെച്ച ചെക്ക് എന്നാണ് ഗാന്ധിജി ഈ വാഗ്ദാനത്തെ വിശേഷിപ്പിച്ചത്. ഇനി ഗാന്ധിജിയുടെ പ്രസംഗങ്ങളും രചനകളും ആത്മകഥകളും ഒക്കെയാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാട്ടോ. ഇതിന്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയാണ് ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് സ്റ്റോറി പോലെ നമ്മൾ വായിച്ചു പോയി. ദെൻ പോയിന്റ് വൈസ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ PDF ഇടാം, അത് വായിച്ച് പഠിക്കുക. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടെ ഇവിടെ പഠിക്കാനായിട്ടുണ്ട്, അത് നോക്കാം. +2 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് വിഭജനത്തെ മനസ്സിലാക്കൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, പ്രമേയം 13 നോക്കുക. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യ 2 പരമാധികാര രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തെ വിഭജനത്തെ തുടർന്നുണ്ടായ അതിക്രമങ്ങളും ക്രൂരതയും കെടുത്തിക്കളഞ്ഞു. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണമെല്ലാം അവസാനിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യ എന്തായി? 2 പരമാധികാര രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തെ വിഭജനത്തെ തുടർന്നുണ്ടായ അതിക്രമങ്ങളും ക്രൂരതയും കെടുത്തിക്കളഞ്ഞു. സമകാലിക നിരീക്ഷകരും പണ്ഡിതന്മാരും വിഭജനത കാലത്തെ അക്രമ സംഭവങ്ങളെ വിവരിക്കുന്നത് കൂട്ടക്കൊല എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ജർമ്മനിയിലെ നാസികൾ നടത്തിയ കൂട്ടക്കുരുതിയെ വിശേഷിപ്പിക്കുന്നതിനാണ് ഹോളോകോസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഓക്കെ, ജർമ്മനിയിലെ നാസികൾ നടത്തിയ കൂട്ടക്കുരുതി വിശേഷിപ്പിക്കുന്നതിനായിട്ട് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചു വരുന്നു. ഈ അർത്ഥത്തിൽ ഇന്ത്യയുടെ വിഭജനവും തുടർന്നുണ്ടായ അക്രമങ്ങളും എന്താണ്? ഒരു ഹോളോകോസ്റ്റ് ആയിരുന്നു. എന്നാൽ ജർമ്മനിയിൽ ഭരണകൂടമാണ് ജനങ്ങളെ കൊന്നൊടുക്കിയത്. ഇന്ത്യയിലാവട്ടെ വംശീയതയും വർഗീയവുമായിട്ടുള്ള വേർതിരിവുകളാൽ സമുദായങ്ങൾ നടത്തിയ ആക്രമണങ്ങളാണ്. ഇനി എന്തുകൊണ്ടാണ് വിഭജനം സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തവും അതിൻ്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന വിഭജനവും ഉണ്ടായതിൻ്റെ പിന്നിൽ അനവധി കാരണങ്ങൾ കാണാൻ കഴിയും. എന്തൊക്കെയാണ്? 1. വിഭജനം ഹിന്ദുവും മുസ്ലിങ്ങളും തമ്മിലുള്ള സുദീർഘമായ പോരാട്ട ചരിത്രത്തിൻ്റെ പര്യവസാനമാണ് എന്നുള്ളതാണ് ചിലർ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, 2 സമുദായങ്ങളിലുമുണ്ടായ മത തീവ്ര സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളാണ് വിഭജനത്തിന് കാരണമായതെന്ന് പറയുന്നു.
ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയമാണ് വിഭജനത്തിന് കാരണമായത്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയമാണ് വിഭജനത്തിന് കാരണമായത്. മുസ്ലിം സമുദായത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചത് ഇതിൻ്റെ ഭാഗമായാണ്. 1906 മിന്റോ മോർലി പരിഷ്കാരം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആദ്യമായി അനുവദിച്ചു. ആദ്യമായിട്ട് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആദ്യമായിട്ട് അനുവദിച്ചത് എന്ത് പ്രകാരമാണ്? 1906 മിന്റോ മോർലി പരിഷ്കാരം കൊണ്ടാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒന്നിച്ചുണ്ടാക്കിയ ലക്നൗ കരാർ വർഗീയതയുടെ വളർച്ചയെ സഹായിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ് ലക്നൗ കരാർ. ഇത് വർഗീയതയുടെ വളർച്ചയെ സഹായിച്ചു. 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അതിശയകരമായിട്ടുള്ള വിജയം, ഇതെല്ലാമാണ് വിഭജനത്തിന് കാരണമായത്. ഇനി പാകിസ്ഥാൻ പ്രമേയം. 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായി പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്നത്. എപ്പോഴാണ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്നത്? 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിലാണ്. 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ പ്രമേയം ആദ്യമായിട്ട് പാസ്സാക്കുന്നത്. ഈ പ്രമേയം തയ്യാറാക്കിയത് സിക്കന്ദർ ഹൈത്ത് ഖാനാണ്. സിക്കന്ദർ ഹൈത്ത് ഖാനാണ് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കുന്നത്. പാകിസ്ഥാൻ വാദത്തിന്റെ ഉത്ഭവം ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിൽ കാണാൻ കഴിയും. പാകിസ്ഥാൻ വാദത്തിന്റെ ഉത്ഭവം ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിൽ കാണാൻ കഴിയും. കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയായിരുന്ന റഹ്മത്ത് അലിയാണ് ഈ വാക്ക് നിർദ്ദേശിച്ചത്. അതായത് പുണ്യഭൂമി എന്നാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പുണ്യഭൂമി. ഇത് ആരാണ് പേര് പറഞ്ഞത്? റഹ്മത്ത് അലി. കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയായിരുന്ന റഹ്മത്ത് അലിയാണ് പുണ്യഭൂമി എന്ന അർത്ഥം വരുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന പേര് നൽകിയത്. അടുത്തത് ക്യാബിനറ്റ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ചർച്ച നടത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ചർച്ച നടത്താനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഒരിക്കലും വിഭജനത്തെ എന്ത് ചെയ്തില്ല? അനുകൂലിച്ചില്ല. അതിനാൽ മുസ്ലിം ലീഗ് ഈ പദ്ധതി തള്ളിക്കളഞ്ഞു. അതേ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായിട്ട് മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത്. ഉത്തരേന്ത്യയിൽ പലയിടത്തും വർഗീയ കലാപങ്ങൾ ഇതുമൂലമുണ്ടായി. ഇന്ത്യയെ വിഭജിക്കാതെ ഇന്ത്യൻ പ്രശ്നം പരിഹരിക്കാനുള്ള ക്യാബിനറ്റ് മിഷന്റെ അന്തിമ ശ്രമം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. വിഭജനം ആവശ്യമായി തീർന്നു. കോൺഗ്രസ് നേതാക്കളും അവസാനം വിഭജനത്തെ അനുകൂലിച്ചു. വിഭജനത്തെ ശക്തമായി എതിർത്തിരുന്ന 2 പേരെ ഉണ്ടായിരുന്നു. ഇനി വിഭജനവും ദുരന്തങ്ങളും. വിഭജനത്തോടനുബന്ധിച്ച് അനവധി ദുരന്തങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. നിക്ഷേപകരും നിഷ്പക്ഷരും നിരുപദ്രവകാരികളുമായിട്ടുള്ള അനേകരുടെ ജീവൻ വർഗീയ ലഹളയിൽ ഹോമിക്കപ്പെട്ടു. വിഭജനത്തിന്റെ ഏറ്റവും ക്രൂരമായ ഇരകൾ ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. ക്രമസമാധാനം പാടെ തകർന്നു. ഈ സംഘർഷത്തിനിടയിലും പലപ്പോഴും പോലീസ് നിഷ്ക്രിയരായിരുന്നു. സമ്പാദ്യവും വീടും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി അനേകർ അലയേണ്ടി വന്നു. സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ് ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെയും മറുവശം. നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന ഉർവശി ബട്ടാലിയയുടെ ഗ്രന്ഥത്തിലാണ് സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ പറയുന്നത്. പേര് പഠിച്ചു വയ്ക്കുക, നിശബ്ദതയുടെ മറുവശം. ദുരന്തത്തിന്റെ ഈ നടുക്കുന്ന അനുഭവങ്ങളിലും സ്നേഹം, മനുഷ്യത്വം, സൗഹൃദം എന്നിവയുടെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വർഗീയതയുടെ വിഷപ്പുക അന്തരീക്ഷത്തിനുമേൽ കരിമ്പടം പൊതിപ്പിച്ചപ്പോഴും എല്ലാം മറന്ന് പരസ്പരം സഹായിച്ചതിൻ്റെ ഉദാഹരണങ്ങളും അനവധിയുണ്ട്. അവർ സാന്ത്വനങ്ങൾ സൃഷ്ടിച്ചു. അടുത്തത് നോക്കുക, വാമൊഴി തെളിവുകളും ചരിത്രവും. ചരിത്രരചനയ്ക്ക് വാമൊഴി തെളിവുകളും അടിസ്ഥാനമാക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യ വിഭജന ചരിത്രം. വാമൊഴി സ്രോതസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യക്തിഗത ഓർമ്മകൾ. ദരിദ്രരുടെയും അധികാരമില്ലാത്തവരുടെയും അനുഭൂതികൾ വീണ്ടെടുത്തുകൊണ്ട് ചരിത്രാന്വേഷണത്തിൻ്റെ അതിരുകൾ വികസിക്കുന്നു. ഇനി വാമൊഴി ചരിത്രത്തെ പല കാരണങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? വാമൊഴിയായി ലഭിക്കുന്ന വിവരങ്ങൾക്ക് ഉറപ്പോ കൃത്യതയോ ഇല്ല. ഒരാൾ പറയുന്നത് കേട്ടിട്ട് അതിനൊരു ഉറപ്പോ കൃത്യതയോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവ നൽകുന്ന കാലഗണന പലപ്പോഴും കൃത്യമല്ല. വാമൊഴി ചരിത്രം വ്യക്തിപരമായി ബന്ധപ്പെട്ടു പോകാറുണ്ട്. വാമൊഴിയുടെ അടിസ്ഥാനം ഓർമ്മയാണ്. ഓർമ്മ ആപേക്ഷികമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വാമൊഴി ചരിത്രം തിരസ്കരിക്കപ്പെട്ടത്.
ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബീഹാറിലെ ചമ്പാരൻ സമരം നമുക്കറിയാം. ഗുജറാത്തിലെ അഹമ്മദാബാദ് സമരം 1918 ഗുജറാത്തിലെ ഗേഡയിലെ സമരം അത് നമുക്ക് അറിയുന്നതാണ്, 1918 അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. +2 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന കൊളോണിയലിസവും ഗ്രാമപ്രദേശവും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 1857 കലാപം വരുന്ന കലാപങ്ങളും രാജ്യവും എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും പഠിച്ചു. വിഭജനത്തെ മനസ്സിലാക്കൽ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ +2 ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രമുള്ള ക്യാപ്സ്യൂൾ നോട്ടാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിക്കുക. ഇനി സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട് തന്നത്. ഓക്കെ, ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടെങ്കിലും വായിച്ച് പഠിച്ച് പോവുക. ഇതിൻ്റെ എല്ലാം PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്